ഗ്രാമർ പോർഷനിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഡയലോഗ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്നിലധികം ഗ്രാമർ ടോപ്പിക്കുകളുണ്ട്. ഇതിലിപ്പോൾ ഹാഡ് ബെറ്റർ, ഇഫ് ക്ലോസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ്, വുഡ് യു മൈൻഡ്, ക്വസ്റ്റ്യൻ ടാഗ്, അങ്ങനെ ഒരുപാട് ഗ്രാമർ ടോപ്പിക്കുകൾ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഒരു 5 മാർക്കിനൊക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ചാപ്റ്ററിൽ നിന്നൊന്നും എടുത്തതല്ല, പക്ഷേ ഇതിലെല്ലാ ഗ്രാമർ റൂൾസും അപ്ലൈഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ആദ്യം, അതായത് ഈ ഒരു ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവുക മിക്കവാറും കേസിൽ, അതായത് ഒരു 99% ഓഫ് കേസുകളിലും ആദ്യം നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവുക ക്വസ്റ്റ്യൻ ടാഗുകളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗുകൾ ഫില്ല് ചെയ്യേണ്ടത്, അതിൻ്റെ ഗ്രാമർ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ ടാഗ്സ്. ഓക്കെ, ഞാൻ ആദ്യം എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗുകൾ എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇപ്പം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, നിങ്ങളുടെ വീട് കോഴിക്കോടാണ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നെയ് മാലിക്കാണ് അല്ലേ. ഇവിടെ മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ അല്ലേ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗുകളായിട്ട് മാറ്റുന്നത്. പക്ഷേ മലയാളത്തിൽ നമ്മൾ എല്ലാത്തിനും അല്ലേ എന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ അല്ലേ എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗുകളാക്കിയിട്ട് കൊടുക്കുന്നത്. വളരെ സിമ്പിളായ സാധനമാണ്. നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ആ സെൻറ്റൻസിൽ തന്നെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാ, ഇവിടെ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, സോ യു ഹാവൻ സബ്മിറ്റഡ് യുവർ ഹോംവർക്ക്, നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല അല്ലേ എന്നുള്ളതാണ് ആ ടീച്ചർ ചോദിക്കേണ്ടത്. അതാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ആക്കി മാറ്റേണ്ടത്. ഈ അല്ലേ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ആക്കി മാറ്റേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഗ്രാമർ റൂൾസ് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു സെൻറ്റൻസ് നോക്കിയാൽ യു ആർ എ സ്റ്റുഡൻറ്റ് ആറിൻറ്റ് യു എന്ന് പറഞ്ഞതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് മിക്കവാറും ഈ ആറിൻറ്റ് യു ആയിരിക്കും നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവുക. അപ്പം നിങ്ങൾ ഈ സെൻറ്റൻസ് നോക്കുക, യു ആർ എ സ്റ്റുഡൻറ്റ് എന്നുള്ള സെൻറ്റൻസ് നോക്കുക. അതിൽ ഹെൽപ്പിംഗ് വേർബ് എന്താണെന്നുള്ളത് നോക്കുക. ആർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് ആക്കി മാറ്റണം. എന്താ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്? ഇതിൽ ഒരു നോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആർ എന്നല്ല ആറിൻറ്റ് എന്നാണെങ്കിലേ അത് നെഗറ്റീവാണ്. ഇനി ആർ എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആക്കി മാറ്റുന്ന സമയത്തല്ലേ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ യു ആർ എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നിടത്ത് അത് പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഫില്ല് ചെയ്യേണ്ടത് നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ അത് എന്തായിട്ട് മാറും? ആറിൻറ്റ് എന്നുള്ളതായിട്ട് മാറും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ സബ്ജക്റ്റിനെയാണ്. നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ യു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആറിൻറ്റ് യു എന്ന് കൊടുത്തു കഴിഞ്ഞാലില്ലേ, ആ ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ക്യാൻ സിങ് വെൽ, കാൻ ഷീ എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ കാൻ ഷീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എത്തിയത്? ഈ ക്യാൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് പോയപ്പോൾ എന്തായിട്ട് മാറി? കാൻറ്റ് എന്നുള്ളതായിട്ട് മാറി. ആൻഡ് ഓൾസോ ഷീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാൻ ഷീ എന്നായി കൊടുത്ത സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് റെഡിയാണ്. ഇനി അതല്ല, നമുക്ക് കിട്ടിയത് ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ ദേ ആറിൻറ്റ് ഹിയർ, ആർ ദേ എന്നുള്ളതാണ് ചോദിച്ചത്. ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയത് നെഗറ്റീവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആവണം. അവിടെ ആറിൻറ്റ് ആയതുകൊണ്ട് ഇവിടെ ആർ എന്നായിരിക്കണം. ഇനി നമ്മൾ സബ്ജക്റ്റിനെ എടുത്ത് എഴുതിയാൽ മതി, ദേ എന്നുള്ളത് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി ചില കേസുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, നമുക്ക് ചില കേസുകളിൽ നമുക്ക് ഹെൽപ്പിംഗ് വേർബ് ഒന്നും കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഷീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് ഞാൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ്, ഷീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി ബാക്കി ഭാഗം എനിക്കിതൊരു ക്വസ്റ്റ്യൻ ടാഗായിട്ട്, അവൾ ക്രിക്കറ്റ് കളിക്കും അല്ലേ എന്നുള്ള ഭാഗമാണ് എനിക്കിനി ഫില്ല് ചെയ്യേണ്ടത്. ഈ അല്ലേ എന്ന് ഫില്ല് ചെയ്യേണ്ടത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ആദ്യം നോക്കേണ്ടത് ഓക്സിലറി വേർബാണ്. സബ്ജക്റ്റ് ഇവിടെ കാണാം, പക്ഷേ ഓക്സിലറി വേർബ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിലുള്ള വെർബ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലുള്ള വേർബ് എന്ന് പറയുന്നത് പ്ലേസ് എന്ന് പറയുന്നതാണ് അല്ലേ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കിയിട്ടും എഴുതാം. പ്ലേസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഡു പ്ലസ് അല്ലെങ്കിൽ പ്ലേസ് എന്നായതുകൊണ്ട്
പ്ലേസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഡസ് പ്ലസ് പ്ലേ എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? പ്ലേ എന്ന് പറയുന്നത് ഡു പ്ലസ് പ്ലേ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിന് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഇതിനെ പിരിച്ചെഴുതിയത് കാരണം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഓക്സിലറി വേർബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡസിന് ഇങ്ങോട്ട് നമുക്ക് മുകളിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. ഷീ പ്ലേസ് ക്രിക്കറ്റ്. ഡസൻറ്റ് ഷീ എന്നാക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഡസൻറ്റ് എന്ന് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം ഈ പ്ലേസിന് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ഡസ് എന്ന് മാത്രമേ കിട്ടുള്ളൂ. ഡസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് നമ്മളെ അതിനെ അങ്ങനെ എടുത്ത് എഴുതിയത്. ഇനി നമുക്ക് നേരത്തെ ചോദ്യത്തിലേക്ക് വരാം. യു ഹാവൻ സബ്മിറ്റഡ് യുവർ വർക്ക് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അല്ലേ എന്ന് പറഞ്ഞ ഭാഗമാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഹാവൻറ്റ് എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നെഗറ്റീവിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി നെഗറ്റീവിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം? നമുക്കതിനെ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ജസ്റ്റ് ഹാവ് എന്നിട്ട് കൊടുത്താൽ മതി. എന്നിട്ടോ ഇനി ഇതാ സബ്ജക്റ്റിനെ കൊടുത്ത് എഴുതിയാൽ ഹാവ് യു എന്നുള്ളത് റെഡിയായി. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഷീ ഹാസൻറ്റ് എക്സാമ്പിൾ അല്ല, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ ചെയ്യേണ്ട, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഷീ ഹാസൻറ്റ് കം യെറ്റ്. ഇനി നിങ്ങളിവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഫില്ല് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ഔട്ടായിട്ട് മനസ്സിലാവും. അതായത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ 1 മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ടാഗുകൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. പക്ഷേ ആ 1 മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇനിയും ഇതുപോലെ തന്നെ ബാക്കി ഏകദേശം ഒരു 4ഓളം ടോപ്പിക്കുകൾ നമുക്ക് ഡയലോഗ് കംപ്ലീഷനിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുവരെ ബൈ.